ഇംഗ്ലീഷ് സ്ട്രൈക്കർ മാർക്കസ് റാഷ്ഫോർഡിനെ അധിക്ഷേപിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിം. റാഷ്ഫോർഡിന് പകരം 63 വയസ്സുകാരൻ ഗോൾ കീപ്പിംഗ് കോച്ചിനെ ടീമിൽ കളിപ്പിക്കാനാണ് താൻ താൽപര്യപ്പെടുന്നതെന്ന് അമോറിം തുറന്നടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ റാഷ്ഫോർഡിന്റെ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വ്യക്തത നൽകാൻ തയ്യാറാകാതിരുന്നതിന് പിന്നാലെയാണ് താരത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി പരിശീലകന്റെ പ്രതികരണം. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഫുൾഹാമിനെ യുണൈറ്റഡ് തോൽപ്പിച്ചതിന് പിന്നാലെയാണ് കോച്ചിന്റെ പരാമർശം. ഫുൾഹാമിനെതിരെയും റാഷ്ഫോർഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിപ്പിച്ചിരുന്നില്ല. തുടരെ 11ാം മത്സരത്തിലാണ് റാഷ്ഫോർഡിനെ അമോറിം കളിപ്പിക്കാതിരുന്നത്. ഓൾഡ് ട്രാഫോർഡിന് പുറത്ത് പുതിയ വെല്ലുവിളികൾക്കായി താൻ കാത്തിരിക്കുകയാണെന്ന് കഴിഞ്ഞ മാസം റാഷ്ഫോർഡ് പ്രതികരിച്ചിരുന്നു. AC മിലാൻ, ബാഴ്സലോണ, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ചെൽസി എന്നീ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് റാഷ്ഫോർഡിന്റെ പേര് പറയപ്പെട്ടെങ്കിലും പുതിയ ക്ലബ് കണ്ടെത്താൻ താരത്തിനായില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർമാരായ റാസ്മസ് ഹോയ്ലുണ്ടിനും ജോഷുവ സിർക്സിക്കും ഡിസംബർ മുതലുള്ള കളികളിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് കണ്ടെത്താനായത്. എന്നിട്ടും റാഷ്ഫോർഡിന് അവസരം നൽകാൻ അമോറിം തയ്യാറായില്ല. ആറ്റിറ്റ്യൂഡ് മാറ്റാതെ റാഷ്ഫോർഡിനെ കളിപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ വ്യക്തമാക്കി. 2024-25 സീസണിൽ 15 മത്സരങ്ങളാണ് റാഷ്ഫോർഡ് യുണൈറ്റഡിനായി കളിച്ചത്. നേടിയത് 4 ഗോളും 1 അസിസ്റ്റും. കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡിനായി പ്രീമിയർ ലീഗിൽ 33 മത്സരങ്ങൾ റാഷ്ഫോർഡ് കളിച്ചെങ്കിലും 7 ഗോളുകൾ മാത്രമാണ് താരത്തിന് നേടാനായത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.